ഒരു പരിധിവരെ എന്നല്ല പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഈ പ്രദേശത്തുകാർ ഈ റോഡിൽ അവർക്ക് യാത്ര ചെയ്യാൻ ഒട്ടും സൗകര്യപ്രദമല്ലാത്ത ഒരു റോഡാണ്. അതിനെതിരായിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ ജനങ്ങളെ അപേക്ഷ കെ സുധാകരൻ എംപിയുടെ വികസന സമിതി മെമ്പർ എന്ന നിലയിൽ നിരവധി തവണ ജില്ലാ വികസന സമിതിയിലും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും ഈ പ്രദേശത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു ഗൗരവപൂർവ്വം ഏറ്റെടുക്കാത്ത രീതിയിലേക്ക് വരുന്നിടയ്ക്ക് വരട്ടെ എന്ന രീതിയിലേക്കുള്ള പോകുന്നത് സമീപനമാണ്. തീർച്ചയായും ഇന്ന് ജില്ലാ കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്, ADMുമായി സംസാരിച്ചിട്ടുണ്ട്, സൈറ്റിൽ ഇന്നിപ്പോൾ തഹസിൽദാരെ നേരിട്ട് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അതുപോലെ തന്നെ വിദ്യാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള അസൗകര്യങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തോട് ജില്ലയിലെ കണ്ണൂരിൻ്റെ MP എന്ന നിലയിൽ കെ സുധാകരനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ന് കാലത്ത് കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ മേലെയാണ് ഇനി ബാക്കിയുള്ള ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ധാർഷ്ട്യത്തിൻ്റെ പേരിലാണല്ലോ അതായത് നമുക്ക് ലോക്കൽ ഇവിടെ ഇല്ല സാധാരണ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവർ പെരുമാറുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവം നമുക്കറിയാം. നമ്മൾ തളിപ്പറമ്പിൽ പൂവെന്ന് പറയുന്നത് സ്ഥലത്തുണ്ട്. ഫസ്റ്റ് മഴയിൽ അവിടുത്തെ പ്രദേശത്തെ മുഴുവൻ റോഡുകളും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി തവണ ജില്ലാ വികസന സമിതിയിൽ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധിക്കാരപരമായ സമീപനമാണ്. പക്ഷേ അതിനൊക്കെ ഒരു അറുതി വരുത്താൻ ജില്ലാ കളക്ടറോട് ശക്തമായ ഭാഷയിൽ തന്നെ കണ്ണൂരിൻ്റെ MP ഇന്ന് കാലത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് MPയുടെ സ്റ്റാഫും അതുപോലെ തഹസിൽദാരെയും ഇവിടെ അയച്ചിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് കൗൺസിലർ അടക്കമുള്ളവർ തന്നെ ഇതിന് മുൻനിരയിൽ നിന്നുകൊണ്ട് AP രാജേഷ് അടക്കമുള്ളവർ, ബാബുവേട്ടൻ അടക്കമുള്ളവരെ ഈ പ്രദേശത്തിലെ നാട്ടുകാരൊപ്പം നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് കണ്ണൂരിലെ MPയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സുധാകരൻ സാർ കഴിഞ്ഞ ദിവസം നമ്മൾ MLAയുടെ ഓഫീസിൽ അടുത്ത് പറയേണ്ടായി കണ്ണൂരിൽ അതായത് താഴേച്ചുവ മേലേച്ചുവ ചാല ഭാഗത്തിൽ ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും പലതവണ മീറ്റിങ്ങുകളിൽ പറഞ്ഞതാണ്. ഇവിടുത്തെ ജനങ്ങൾക്കാകെ ആശ്രയം കണ്ണൂരിൻ്റെ MP MLA MLA ആയാലും MP ആയാലും നിരവധി തവണ ജില്ലയിലെ മാസത്തിൽ കൂടുന്ന വികസന സമിതി യോഗത്തിൽ ജില്ലയിലെ കളക്ടറും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം.